മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളിൽ കണ്ടെത്താതിരിക്കുക. കാരണം ഒരിക്കൽ അവർ നിങ്ങളെ അവഗണിച്ചാൽ നിങ്ങൾ തകർന്നു പോയേക്കാം. മനസ്സ് ശുദ്ധമായിരിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. ഇതാണ് എല്ലാ ആരാധനയുടെയും അടിസ്ഥാനം. സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവട്. ഭക്തരെ, ജീവിതത്തിൽ എവിടെയായാലും ഒഴിവാക്കുകയാണെന്ന് തോന്നിയാൽ തനിയെ ഒഴിഞ്ഞു മാറിയേക്കണം. ഒത്തിരി വേദനിക്കുന്നതിനേക്കാൾ നല്ലത് ഒഴിഞ്ഞു മാറുന്നതാണ്. എത്ര വേദനിപ്പിച്ചാലും ചിലർ പിന്നെയും പിന്നെയും സ്നേഹിക്കുന്നത് വിഡ്ഢിയായതുകൊണ്ടല്ല, വെറുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ചെറിയ ചെറിയ വാശികൾ നല്ലതാണ്. ആരെയും തോൽപ്പിക്കാനല്ല, സ്വയം ജയിക്കാനുമല്ല, സ്വന്തം നിലപാടിൽ ജീവിക്കാൻ. ഭക്തരെ, പലരും കടന്നു വരും, വളർത്തും, തളർത്തും. ഒന്നു മാത്രം ആലോചിക്കുക, നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മാത്രം കയ്യിലാണ്. തമാശയാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത്. മുഖഭാവത്തിൽ അവർ പ്രകടമാക്കിയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ടാകും. 3 തരം ആളുകളുണ്ട്. പറഞ്ഞിട്ട് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നവർ, പറയാതെ തന്നെ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നവർ, പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും അവസ്ഥ മനസ്സിലാക്കിയിട്ടും അറിയാത്ത പോലെ അഭിനയിക്കുന്ന ചില ആളുകളും. ഭക്തരെ, നിങ്ങളുടെ ലക്ഷ്യം സത്യമുള്ളതാണെങ്കിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനും ഒരു പരിഗണനയും നൽകേണ്ട ആവശ്യമില്ല. അവർക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്ത് വിഡ്ഢിയാകാതിരിക്കുക. വേദനിക്കുമെന്നറിഞ്ഞിട്ടും വേദനിപ്പിക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കുകയല്ല, ഉപയോഗിക്കുകയാണ്. ഭക്തരെ, നിങ്ങൾക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നിങ്ങളുടേതല്ലാത്ത ഇടങ്ങളാണ്. ധീരമായി ഉപേക്ഷിക്കുക, അന്തസ്സായി ജീവിക്കുക. ചുറ്റും നോക്കിയാൽ മുന്നോട്ടു പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക, ലക്ഷ്യം അവിടെയാണ്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. ഒന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത്. സ്നേഹം ബാല്യത്തിൽ സൗജന്യമായി ലഭിക്കുന്നു. യൗവനത്തിൽ അതിനായി അധ്വാനിക്കേണ്ടി വരുന്നു. വാർദ്ധക്യത്തിൽ അതിനായി യാചിക്കേണ്ടി വരുന്നു. ഭക്തരെ, നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും അതിന് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പഠിക്കുക. അത് പക്വതയുടെ അടയാളമാണ്. ഒന്ന് ചിരിച്ചാൽ തീരുന്ന പിണക്കങ്ങളും ഒന്ന് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളും ഒരു വാക്കിൽ ഒഴിവാക്കാവുന്ന സങ്കടങ്ങളുമുണ്ട്. എന്നാൽ ഇതൊന്നും തിരിച്ചറിയാതെ പോകുന്നു. വാശിക്കൊണ്ട് ആരും എവിടെയും വിജയിക്കുന്നില്ല. അത് ഓരോ മനസ്സിനെയും വേദനിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഭക്തരെ, ശത്രുവിൻ്റെ ആയുധത്തേക്കാൾ മൂർച്ചയുണ്ടാകും പ്രിയപ്പെട്ടവരുടെ ചില വാക്കുകൾക്ക്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.